ദൈവനാമത്തിന് മഹത്വം. സിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വേഗത്തിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോയാലോ? നമ്മൾ ഉൽപ്പത്തി മുതൽ തുടങ്ങിയ ഒരു ബൈബിൾ ക്വിസ് ആയിരുന്നു. ഇപ്പോൾ അത് 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ എത്തി നിൽക്കുന്നു. വേഗത്തിൽ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യം 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ്. ആകെ 4 അധ്യായമേ ഉള്ളൂ. വളരെ വേഗത്തിൽ തന്നെ എല്ലാവർക്കും ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന എനിക്കാണ് ബുദ്ധിമുട്ട്. വേഗത്തിൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണ്: പൗലോസിനെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിച്ചത് ആരാണ്? ഓപ്ഷൻ എ ദൂതൻ, ഓപ്ഷൻ ബി തിമോത്തിയോസ്, ഓപ്ഷൻ സി കർത്താവ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഈ ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയവൻ. ഓപ്ഷൻ എ മർക്കോസ്, ഓപ്ഷൻ ബി ദേമാസ്, ഓപ്ഷൻ സി തിഹിക്കോസ്. മൂന്നാമത്തെ ചോദ്യം: ആളുകൾ ശ്രദ്ധിക്കാത്തത് എന്താണ്? ഓപ്ഷൻ എ നിയമം, ഓപ്ഷൻ ബി ഉപദേശം, ഓപ്ഷൻ സി സത്യം. നാലാമത്തെ ചോദ്യം: ആദ്യ ഫലം അനുഭവിക്കേണ്ടത് ആരാണ്? അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പഴയ നിയമത്തിൽ 39 കാണാത്ത ചിലരെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? ആറാമത്തെ ചോദ്യം: ഉപദ്രവം ഉണ്ടാകുന്നത് ആർക്കാണ്? ഏഴാമത്തെ ചോദ്യം: മൂവരിൽ കാണുന്ന ഒരേ സ്വഭാവ ഗുണമെന്ത്? മൂവർ ആര്? എട്ടാമത്തെ ചോദ്യം: കേൾക്കുന്നവരെ മറിച്ചു കളയുന്നത് എന്താണ്? ഒൻപതാമത്തെ ചോദ്യം: ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? പത്താമത്തെ ചോദ്യം: നിയമം തെറ്റിച്ചാൽ ഇത് കിട്ടില്ല, പൗലോസിന് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു, എന്താണ്? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇതിൻ്റെ നിബന്ധനകളൊന്ന് പറയാം. ഒരു ദിവസമാണ് നമുക്ക് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയക്കുക. ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. ദയവായിട്ട് ആരും ഫോൺ നമ്പർ മെൻഷൻ ചെയ്യരുത്. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങളുടെ നമ്പർ മിസ്യൂസ് ചെയ്യാനിടയാവും. അതുകൊണ്ട് ആരും നമ്പർ നോട്ട് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ പേര് മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും. അപ്പോൾ വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കിയാലോ? കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ 1 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: കർത്താവായ യേശു ക്രിസ്തു പൗലോസിനെ എങ്ങനെ എണ്ണി? ഉത്തരം ഇതായിരുന്നു: ഓപ്ഷൻ ബി വിശ്വസ്തനെന്ന്, 1:12. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: സൽപ്രവർത്തികളിൽ സമ്പന്നരാകണമെന്ന് പൗലോസ് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഇതായിരുന്നു: ഓപ്ഷൻ സി ധനവാന്മാരോട്, 6:17. മൂന്നാമത്തെ ചോദ്യം: പൗലോസ് തിമോത്തിയോസിന് എവിടെ താമസിക്കാനാണ് പറയുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി എഫെസോസിൽ, 1:5. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ന്യായപ്രമാണം എങ്ങനെ ഉപയോഗിച്ചാൽ നല്ലതാകുന്നു? ഉത്തരം ഇതാണ്: ന്യായോചിതമായി ഉപയോഗിച്ചാൽ, 1 തിമോത്തിയോസ് 1:10. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: ശിക്ഷാവിധിയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ആരാണ്? ഉത്തരം ഇതാണ്: പുതിയ ശിഷ്യൻ, 3:6. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: പാപികളിൽ ഒന്നാമൻ, ശേഷം ഒന്നാമൻ, എന്തിനാണ്, ആരാണ്? ഉത്തരം ഇതാണ്: സകല ദീർഘക്ഷമയിലും, 1:15, 16. പാപികളിൽ ഒന്നാമൻ പൗലോസ് തന്നെയാണ്. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: കെട്ടുകഥകൾ ഉതകുന്നത് എന്തിനാണ്? ഉത്തരം ഇതാണ്: തർക്കങ്ങൾക്ക് മാത്രം, 1:3. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 2 കൂട്ടർക്ക് ഒരുപോലെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന സ്വഭാവ ഗുണം എന്താണ്? ഉത്തരം ഇതാണ്: ഘനശാലികൾ. അതാണ് പ്രധാന സ്വഭാവ ഗുണമെന്ന് പറയുന്നത്. 1 തിമോത്തിയോസ് 3:8 നമുക്ക് ഇങ്ങനെ വായിക്കാം: അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. അപ്പോൾ ഒരു കൂട്ടർ എന്ന് പറയുന്നത് ശുശ്രൂഷകന്മാരാണ്. 3:11 കാണുന്നു: അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതന്മാരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ കൂട്ടർ സ്ത്രീകളാണ്. എല്ലാവർക്കും ഉത്തരം മനസ്സിലായെന്ന് കരുതുന്നു. 9ാമത്തെ ചോദ്യം ഇതാണ്: ഏക ദൈവത്തിന് പൗലോസ് നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ഇതാണ്: നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ, 1 തിമോത്തിയോസ് 1:17. 10ാമത്തെ ചോദ്യം ഇതായിരുന്നു: വളരെ സംസാരിക്കുന്നവരെ സൂചിപ്പിക്കുന്ന വാക്ക് ഏതാണ്? ഉത്തരം ഇതാണ്: വായാടി, 1 തിമോത്തിയോസ് 5:13. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ആശായെ, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ റെജിമോൾ, സിസ്റ്റർ സൂസമ്മ തോമസ്, ഓക്കെ താങ്ക്സ്,
വിജയിയായതിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ ആലീസ് യോഹന്നാൻ, പ്രൈസ് ദി ലോർഡ് അഗൈൻ, ഐ ഗെറ്റ് ഓൾ കറക്റ്റ്. ഓക്കെ ആൻറ്റി, നിങ്ങളെയൊക്കെ ഈ സന്തോഷം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വേൾഡ് ക്വിസിൽ പങ്കെടുക്കുന്നതിലൊക്കെ വളരെ സന്തോഷം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ സുശീല ജോസ്, സിസ്റ്റർ സൂസൻ ജെയിംസ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ശോശാമ കുര്യാക്കോസ്, എൻ്റെ എല്ലാം ശരിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ശരിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് ക്വിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഡൗട്ട് ചോദിച്ചവരുടെ എല്ലാം ഞാൻ അവസാനം നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്തരങ്ങൾ കാണിക്കുന്നതായിരിക്കും. അതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാം. അല്ല, നിങ്ങളുടെ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയിയായിട്ട് എടുക്കുന്നതായിരിക്കും. സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ ട്രീസ പോൾ, ബ്രദർ ജോർജ് ടി ജി അതേ സംശയം തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആൻസർ കാണിക്കാം. സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ ഗീതമ്മ, സിസ്റ്റർ ഗീതമ്മ രാജു സെയിം കംപ്ലൈൻ്റാണ്, സെയിം ഒരു സംശയമാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അവസാനം വരെ കാണുക. സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്ററും അതേ സംശയം തന്നെ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ രജനി, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ സൂസമ്മ തോമസ്, സിസ്റ്റർ ജയവല്ലി, സിസ്റ്റർ ശോശാമ കുര്യാക്കോസ്, സിസ്റ്റർ ആലീസ് യോഹന്നാൻ, സിസ്റ്റർ ജലജ, സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ ജലജ 2 പ്രാവശ്യം ആൻസർ അയച്ചിട്ടുണ്ട്. സിസ്റ്റർ ഷാൻഡി പൊന്നച്ചൻ, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ ബിന്നി ബേബി, ബ്രദർ ശശി സി എ, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ സാറാമ്മ ഡേവിഡ്, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ രാധിക, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ നിഖിത, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ ലിധി തോമസ്, സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ സുജ ജെയിംസ്, അറിയാതെ സെൻഡായി പോയതുകൊണ്ട് 2 ഉത്തരം എഴുതേണ്ടി വന്നു, സോറി. ഓക്കെ, കുഴപ്പമില്ല. സിസ്റ്റർ വത്സ വത്സൻ, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ നിഖിത സിസ്റ്റർ നേരത്തെയും ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. 8ാമത്തെ ആൻസർ മാത്രമാണ് പിന്നെയും അയച്ചിരിക്കുന്നത്. സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ പൊന്നമ്മ രാജു. ഇത്രയും പേരാണ് നമ്മുടെ ആൻസർ അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആൻസർ അയച്ചതിൽ സംശയം പറഞ്ഞവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആൻസർ കൂടി ഒന്ന് കാണിക്കാം. ബ്രദർ ജോർജ് ടി ജി, ഇതിൽ 6ാമത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതിയിരിക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും അനുഗ്രഹങ്ങൾ വരുന്നു. അത് ശരിയാണ്. അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് എഴുതിയത് തെറ്റിപ്പോയി. 2ാമതായി സിസ്റ്റർ ശോശാമ കുര്യാക്കോസ്, ഇതിൽ 6ാമത്തെ ചോദ്യത്തിൽ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും, അത്രയും ശരിയാണ്. അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതിയിട്ടില്ല. 3ാമതായി സംശയം പറഞ്ഞത് സിസ്റ്റർ ഡാലി ജയനാണ്. 9ാമത്തെ ചോദ്യത്തിന് ക്രമം കെട്ട് നടക്കുന്നവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഉത്തരം ഇതല്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സംശയങ്ങൾ മാറിയെന്ന് കരുതുകയാണ്. ശരിയുത്തരം അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ ലിധി തോമസ്, സിസ്റ്റർ റെനി സാം, സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ രാധിക,
സിസ്റ്റർ ജലജ, സിസ്റ്റർ അനിത സജിത്ത്, സിസ്റ്റർ റെജിമോൾ, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ ആശ എ. ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ച് വിജയികളായിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും ദൈവവചനം പഠിക്കുവാനും ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനും അവസരം കൊടുക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേ കർത്താവിന്റെ ചിറകളിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ. ആമേൻ.